താങ്കൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ? ഇഡിക്കെതിരെ രംഗത്ത് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ? ഇല്ല ഭീഷണിയായിട്ടൊന്നും എനിക്ക് അങ്ങനെയൊന്നും. ഞാൻ പിന്നെ എനിക്ക് ഈ അൺനോൺ നമ്പേഴ്സ് ഒന്നും ഇപ്പോൾ എടുക്കാറില്ല. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതുകൂടാതെ താങ്കൾ ഈ ഇഡി കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനുശേഷം കൂടുതൽ ആളുകൾ താങ്കളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ? ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഫോണൊന്നും എടുക്കാറില്ല. അത് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഓൺ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ച് തൂത്തുക്കുടി ബിസിനസ്സുപരമായിട്ട് തൂത്തുക്കുടി ചെല്ലേണ്ട ആവശ്യം കിടക്കുന്നത്. എന്നിട്ട് അതുപോലെ കളഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുക ഈ കാര്യങ്ങൾ തീർത്തിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചിട്ട്. ഈ 2-3 ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണോ പിന്നീട് ഈ ഇടനിലക്കാരൻ താങ്കളോട് പറയുന്നത്? അതെ. അതായത് ഇപ്പം ഈ ഉണ്ടായ ഇൻസിഡന്റ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവൻ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു. ഇന്നത് നടന്നില്ലയോ എന്ന്. കാരണം ഇത് ഒന്നുകിൽ പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ രാധാകൃഷ്ണനോ ശേഖർ ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ഇവനിത് അറിയില്ല. കാര്യം അത്ര കോൺഫിഡൻസ്. അല്ലെങ്കിൽ എൻ്റെ വൈഫോ എൻ്റെ പപ്പയോ എൻ്റെ മമ്മിയോ എൻ്റെ അഡ്വക്കേറ്റോ പറയണം. കാര്യം ഇവരോടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത്. അവരാരും പറയണം ഇവനിത് എങ്ങനെ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നടന്ന, ഇതിൻ്റെ അകത്തുള്ള ക്യാബിൻ്റെ അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ഇവനറിയാം. ഇവൻ അതിൻ്റെ അകത്ത് കയറാതെ അവൻ അതൊന്നും പിടികിട്ടില്ലല്ലോ. താങ്കൾ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം എന്തോ എത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് പിന്നെ ടാൻസാനിയയിലെ എനിക്ക് വേറെ ആരും ബിനാമിയുണ്ട്. ഈ പറയുന്ന 150 കോടി രൂപയോളം ഞാൻ അവിടെ വേറെ ആരുടെയോ പേരിലിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. എത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ട്? ആര്? 2 ലക്ഷം രൂപ ഞാൻ ബ്രൈബ് അതിന് വേണ്ടി കൊടുത്തു. പിന്നെ 50,000 നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തു. അല്ല വേറെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമൊന്നും. ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത് എന്ന് തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ അവർ എന്താ പറയുന്നത്? പിന്നെ അവിടുന്ന് ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പാസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അറിയുന്നതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ ബാക്കി തുക കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിക്കാതിരുന്നത്? എങ്ങനെ? ആദ്യം പൈസ കൊടുത്തല്ലോ. ഇല്ല ഞാൻ ഒരു പൈസ ആദ്യം കൊടുത്തില്ല. 50,000 രൂപ കൊടുത്തിരുന്നു. അതില്ല, ഇത് വിജിലൻസിന്റെ അത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തതാണ്. അതായത് അവിടെ വെച്ച് ഇത് എന്ന ഈ താങ്കളെ ഈ മാനസികമായി പീഡിപ്പിക്കുന്നത് എന്ന സംഭവം അത് ഈ വർഷം ഒരു 2-ാം മാസം ഫെബ്രുവരി. അത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാണ് ഈ ഇടനിലക്കാർ സമീപിക്കുന്നത്? അപ്പോൾ ഒരു 1.5 മാസമാവുന്നു. അത് നമ്മുടെ ഈ സുപ്രീം കോടതി എന്നുള്ള ഓർഡർ വന്നല്ലോ, അത് കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് സമയം സമൻസ് വരും. കാരണം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി വിളിക്കും. അതിന് ആ സമയത്താണ് അവർ വിളിക്കുന്നത്. എൻ്റെ നമ്പർ ശരിക്കും ഞാൻ ഇഡിക്ക് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തത്, എൻ്റെ നമ്പർ ശരിക്കും ഇഡി അവരെന്നെ ഒഫീഷ്യലി വിളിക്കുന്നത് എൻ്റെ നമ്പറിലാണ് വിളിക്കുന്നത്. ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ. ഈ നമ്പർ ഇവനാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം തന്നെ അതിൽ നിന്ന് അല്ലാതെ പിന്നെ എൻ്റെ നമ്പർ വലിച്ചെറിഞ്ഞ് അവൻ്റെ ക്യാച്ച് പിടിക്കുക അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഇല്ല, എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട് വൈഫിൻ്റെ നമ്പരും പപ്പയുടെ നമ്പരും മമ്മിയുടെ നമ്പരും. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ തിരിച്ച് എൻ്റെ നമ്പറിൽ നിന്നാണ് ഞാൻ വിൽസനെ വിളിക്കുന്നത്. ആ നമ്പറിലാണ് ഇഡി എന്നെ തിരിച്ച് വിളിക്കുന്നത്. എങ്ങനെ? എന്നെ വിളിച്ചതല്ല. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ച് എന്നെ മേലോട്ട് കൊണ്ടുപോയി. അപ്പം പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ച കാര്യമാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല. ഈ പറയുന്ന എന്നെ വിളിച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി എന്നെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത്. അത് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സമൻസിൻ്റെ അകത്ത് പേര് വന്നിരിക്കുന്ന ശേഖരനെ റിപ്പോർട്ട് ചെയ്യാനാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളടുത്ത് ഇന്നടുത്ത് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ചെവുക്കന്നത്ര അടി നിന്നിട്ട് കയറാന്ന് പറയും. പിന്നെ അത് ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ഇതിൻ്റെ ഫേസിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വേറെ ആളുകളോട് നിങ്ങൾ പേഴ്സണലി ചോദിച്ച് നോക്കണം. എൻ്റെ ഫീൽഡിലുള്ള അത് പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ എൻ്റെ അടുത്ത ബന്ധു അവരെ രാത്രി 12:30 വരെ അവിടെ പിടിച്ചിരുത്തിയെന്ന് അവരെന്നോട്. രാത്രി 12:30 വരെ ഒരു കാര്യമില്ല. ഇവർ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ വിളിച്ചു വരുത്തി വൈകിട്ട് വരെ ഇരുന്ന് ചോദിക്കുന്ന സമയത്ത് 75% ഇവർ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമാണ്. ഇവർ ഈ കാര്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈ സീസെയിൽ കോൺട്രാക്ട് ഏതെങ്കിലും ചോദിക്കുന്ന 1-2 ട്രാൻസാക്ഷനേ ചോദിക്കുന്നുള്ളൂ. ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചോദിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്നില്ല. ഇവർ ബാക്കി കഥയും പറഞ്ഞ് നിനക്ക് അവിടെ എന്തുമായിരുന്നു, ഇവിടെ എന്തുമായിരുന്നു, മറ്റേ എന്തുമായിരുന്നു, ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ പിന്നെ ക്യൂ നിൽക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാണെന്ന് വരെ എന്നോട് ചോദിച്ചു.